കൊൽക്കത്ത കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ചേരുന്നുണ്ട്. സിബി, സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. മറ്റു വിവരങ്ങൾ. വർഷ കൊൽക്കത്ത കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന മൂന്നംഗ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഇനി ചൊവ്വാഴ്ച പരിഗണിക്കുകയും ചെയ്യും. സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് നേരത്തെ കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി ഇതിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് ഈ ഓഗസ്റ്റ് 9-നാണ് ഇത്തരത്തിൽ കൊൽക്കത്തയിലെ RGKR മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ ഒരു വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഈ കൊൽക്കത്ത പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. അത് തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെന്ന് പിന്നീട് വലിയ വിവാദമാകുകയും ചെയ്തു. സാധാരണ ഒരു പരാതി ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ അസ്വാഭാവിക മരണത്തിനെല്ലാതിന്റെയും കേസെടുക്കുന്ന ഒരു രീതിയുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു സംഭവം കൃത്യമായി ആശുപത്രിക്കുള്ളിൽ ഡ്യൂട്ടി സമയത്താണ് ഈ ഒരു വനിതാ ഡോക്ടർ ആ പീഡനത്തിന് ഇരയായത്. പക്ഷേ അതേ ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ഇതിൽ പരാതി നൽകാത്തത് വളരെ വലിയ ആശ്ചര്യമുണ്ടാവുകയും അല്ലെങ്കിൽ അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു കൊൽക്കത്ത ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് പിന്നീട് അത് CBIക്ക് കൈമാറിയത്. എന്തായാലും ഇപ്പോൾ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഇനി ചൊവ്വാഴ്ച ഈ ഒരു കൊൽക്കത്ത കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് പരിഗണിക്കും. സ്വാഭാവികമായും അത് മമതാ ബാനർജി സർക്കാരിനെ സംബന്ധിച്ചെല്ലാം തന്നെയും വളരെ വലിയ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിലും ആദ്യ ദിവസങ്ങളിലും കൊൽക്കത്ത പോലീസും മമതാ സർക്കാരും അതിൽ ഉണ്ടായ വലിയ വീഴ്ച അടക്കമെല്ലാം നിലയും സുപ്രീം കോടതിയിൽ അത് വലിയ രീതിയിൽ വാദങ്ങൾക്ക് കാരണമാകും. അത് സ്വാഭാവികമായും രൂക്ഷമായി വിമർശനത്തെല്ലാം നിലയും ഇടിയാക്കിയേക്കും. എന്തായാലും സുപ്രീം കോടതി ചൊവ്വാഴ്ച ഈ ഒരു കേസിൽ ഇത്തരത്തിൽ അത് പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി സിബി, കൊൽക്കത്ത കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അതേസമയം CBI അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് CB നൽകിയത്.